ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ അവസാനം കണ്ണനോട് സത്യങ്ങളെല്ലാം പ്രതാപൻ തുറന്നു പറയുന്നു. ലക്ഷ്മി മോളും എന്നോടൊപ്പം അന്നാ ലോറിയിൽ ഉണ്ടായിരുന്നു എന്നറിയുന്നതും കണ്ണൻ ആകെ വല്ലാതാകുന്നുണ്ട്. ആ ഒരു ഷോക്കിൽ കണ്ണൻ വീൽ ചെയറിൽ നിന്നും എഴുന്നേറ്റ് നിൽക്കുന്നത് പ്രതാപന് വല്ലാത്ത സന്തോഷം ഉണ്ടാക്കുന്നുണ്ട്. നേരത്തെ തന്നെ കണ്ണൻ്റെ ഉള്ളിൽ സംശയത്തിൻ്റെ ഒരു കനൽ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഇതുകൂടി കേട്ടതോടെ, അയാളുടെ നാവിൽ നിന്നും എല്ലാം കേട്ടതോടെ ആ ഒരു സംശയം ബലപ്പെടുന്നു. പ്രതാപനും കണ്ണനോട് എല്ലാം തുറന്നു പറഞ്ഞതിൻ്റെ ഒരു ആശ്വാസം തോന്നുന്നുണ്ട്. കണ്ണൻ പ്രതാപൻ്റെ അടുത്ത് ചെന്നതും അയാൾ കണ്ണനോട് എല്ലാം തുറന്നു പറഞ്ഞതും മഹിയോ മോഹിനിയോ മുത്തശ്ശിയോ ഒന്നും അറിയുന്നില്ല. അങ്ങനെ കണ്ണനെ അവിടെ നിന്നും എത്രയും വേഗം പറഞ്ഞു വിടാനായിട്ട് മുത്തശ്ശിയും ഓരോന്ന് പറയുന്നുണ്ട്. ഇതേ സമയം മഹിയുടെയും മുത്തശ്ശിയുടെയും മോഹിനിയുടെയൊക്കെ മുഖത്തുണ്ടാകുന്ന ഒരു പേടിയും പരിഭ്രമവും എല്ലാം കണ്ണൻ പ്രത്യേകം നോട്ടീസ് ചെയ്യുന്നുണ്ട്. ഇത്തവണയും കണ്ണൻ ഒന്നും അറിയാതെ രക്ഷപ്പെട്ടല്ലോ എന്നുള്ളൊരു ആശ്വാസത്തിലാണ് മഹിയും മോഹിനിയും മുത്തശ്ശിയും. ശേഷം ഇനിയും കണ്ണൻ ഇവിടെ വരുമോ എന്ന് പറയാൻ പറ്റില്ല എന്നും, ലക്ഷ്മിമോളുടെ ജീവിതം തകരുന്നത് നിങ്ങൾക്ക് വലിയ സന്തോഷമാണെങ്കിലും കരുണമോളുടെ കാര്യത്തിൽ അങ്ങനെയല്ല. അതുകൊണ്ട് അങ്ങനെ എത്രയും പെട്ടെന്ന് മെൻ്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചികിത്സിക്കണമെന്ന് മോഹിനി മുത്തശ്ശിയോട് പറയുന്നുണ്ട്. അനന്തവും ലേഖയും ആണെങ്കിലും അവിടെ എന്ത് നടന്നു കാണും എന്നുള്ളൊരു ടെൻഷൻ തന്നെയാണ്. ഇതേ സമയത്താണ് കണ്ണനും മഹാലക്ഷ്മിയും തിരിച്ചെത്തുന്നത്. തുടർന്ന് കണ്ണനെയും മഹിയെയും കാണുന്നതും അവിടെ ചെന്നിട്ട് കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് ലേഖ ടെൻഷനോട് ചോദിക്കുമ്പോൾ എന്ത് കുഴപ്പമെന്ന് തിരിച്ച് ചോദിക്കുന്ന കണ്ണനോട്, അല്ല കണ്ണേട്ട, കരുണയുടെ അച്ഛൻ ഇങ്ങനെ തലയ്ക്ക് വെളിവില്ലാതെ ഇരിക്കുകയല്ലേ, അതുകൊണ്ട് ഞങ്ങൾക്കൊക്കെ കണ്ണേട്ടൻ അവിടെ പോകുന്നതിൽ നല്ല പേടി ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് ലേഖ. കണ്ണനാണെങ്കിൽ എല്ലാത്തിനും അല്പം ഗൗരവത്തോടെ തന്നെയാണ് മറുപടി കൊടുക്കുന്നത്. തുടർന്ന്, ഇനി നീ മഹിയെയും കൂട്ടി അവിടെ പോകേണ്ട കണ്ണ, അയാളെ ഏതെങ്കിലും മെൻ്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ചികിത്സിക്കുന്നത് തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം എടുത്തിരിക്കുന്നത് എന്ന് അനന്ത് പറയുമ്പോൾ, ഇപ്പോൾ എനിക്ക് ഏറെക്കുറെ ഉറപ്പായി അയാൾ വെറുതെ സമനില തെറ്റി ഓരോന്ന് വിളിച്ചു പറയുന്നതല്ല എന്ന്. അയാൾ പറയുന്നതിൽ എന്തൊക്കെയോ കഴമ്പുണ്ടെന്ന്. മഹിയും അന്നാ ലോറിയിൽ അയാളോടൊപ്പം ഉണ്ടായിരുന്നു എന്നല്ലേ അയാൾ പറഞ്ഞത്. അയാൾ അതൊരിക്കലും വെറുതെ പറഞ്ഞതാവില്ല എന്നാൽ പ്രതാപൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം വീണ്ടും മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ട് കേട്ടോ കണ്ണൻ്റെ. ഏതായാലും തെളിവ് സഹിതം തന്നെ അയാൾ പറഞ്ഞതെല്ലാം സത്യമാണോ എന്ന് കണ്ടെത്താൻ തന്നെ കണ്ണൻ തീരുമാനമെടുക്കുന്നുണ്ട്. തുടർന്ന് കണ്ണൻ മുൻപത്തെ പോലെ വലിയ യാത്ര പറച്ചിലോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെയാണ് മഹിയെ അനന്തുവിൻ്റെയും ലേഖയുടെയും വീട്ടിലാക്കി പോകുന്നത്. ശേഷം എന്താ മഹി അവിടെ ശരിക്കും ഉണ്ടായത് എന്ന് ലേഖ ചോദിക്കുമ്പോൾ, ഞങ്ങൾ ചെന്നപ്പോൾ കരുണയുടെ അച്ഛൻ മയക്കത്തിൽ ആയിരുന്നു എന്നും അതുകൊണ്ട് കണ്ണേട്ടനൊന്നും അറിഞ്ഞിട്ടില്ല. എങ്കിലും ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ കണ്ണേട്ടൻ ഭയങ്കര സീരിയസ് ആയിരുന്നു ലേഖയെ. എന്തൊക്കെയോ നമ്മളെല്ലാവരും ചേർന്ന് കണ്ണേട്ടനിൽ നിന്നും ഒളിപ്പിക്കുന്നത് പോലെ കണ്ണേട്ടനെ ചെറുതായിട്ട് മനസ്സിലായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് മഹി പറയുമ്പോൾ, എനിക്കും അങ്ങനെ ഒരു സംശയം ഇല്ലാതില്ല മഹി. കണ്ണേട്ടൻ്റെ പെരുമാറ്റത്തിൽ നിന്നും എനിക്കും അങ്ങനെ തോന്നി. ഇത്ര സീരിയസ് ആയിട്ട് കണ്ണേട്ടനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ ലേഖയും. തുടർന്ന് ലേഖ മഹി പറഞ്ഞ കാര്യങ്ങളെല്ലാം അനന്തുവിനോട് പറയുന്നു. കണ്ണേട്ടന് ചില സംശയങ്ങൾ തോന്നിയിട്ടുണ്ടെന്നാണ് മഹി പറയുന്നത് അനന്തുവേട്ട എന്ന് ലേഖ പറയുമ്പോൾ, ഇനി എന്തു ചെയ്യും, മഹി ഇതിൽ പെട്ടുപോയതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ എല്ലാം കണ്ണനോട് നേരത്തെ തന്നെ തുറന്നു പറയാമായിരുന്നു എന്ന് ലേഖ പറയുമ്പോൾ, നിങ്ങൾ രണ്ടുപേർക്കും തോന്നിയ സംശയം എനിക്കുണ്ട് ലേഖയെ. സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ടേ എനിക്ക് അവനെ അറിയാം. ഇത്ര ഗൗരവത്തിൽ ഞാൻ ഇതിനു മുൻപേ അവനെ കണ്ടിട്ടില്ല എന്ന് അനന്തവും പറയുന്നു. ഈ ഒരു വലിയ രഹസ്യം ഉള്ളിൽ വെച്ചു നടക്കുന്നതുകൊണ്ട് തന്നെ പഴയതുപോലെ എനിക്കും അവനോട് സംസാരിക്കാൻ പറ്റുന്നില്ല. ഏതായാലും ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു, ഒരു ദിവസം കണ്ണനെ മാറ്റി നിർത്തി സത്യങ്ങളെല്ലാം ഞാൻ പറയും. എന്തും വരട്ടെ എന്ന് അനന്ത് പറയുന്നത് കേട്ട് ഞെട്ടുന്നുണ്ട് മഹി. മഹി തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. മഹിക്ക് കണ്ണനോടൊന്നും തുറന്നു പറയാനായിട്ട് കഴിഞ്ഞില്ല. മഹിക്ക് വേണ്ടി നമ്മളും ഇതിനൊക്കെ കൂട്ടുനിന്നു. എല്ലാം ഏറ്റു പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ക്ഷമിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അത്രയ്ക്ക് നല്ല മനസ്സാണ് അവൻ്റേതെന്നും അനന്ത് കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഇതേ സമയം വാമനാണെങ്കിലും അവിടെ എന്ത് നടന്നു കാണും എന്നുള്ളൊരു ആശങ്കയിൽ നിൽക്കുകയാണ്. കണ്ണനെ പ്രതാപൻ കണ്ടു കാണുമോ, അവനെല്ലാം വിളിച്ചു പറഞ്ഞു കാണുമോ, കൂടുതൽ തൻ്റെ പേരും പറഞ്ഞു കാണുമോ, അതോടെ എല്ലാം തീർന്നു എന്നെല്ലാം ആലോചിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. ഇതേ സമയം കണ്ണൻ കമലേശ്വരത്ത് തിരിച്ചെത്തുന്നു. കണ്ണൻ്റെ മുഖത്തെ ഗൗരവം ശ്രദ്ധിക്കുന്ന വാമനും അവൻ എന്തോ ചില സംശയങ്ങൾ തോന്നിയിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യം മനസ്സിലാകുന്നു. പിന്നീട് മഹി ഒരു സ്വസ്ഥതയുമില്ലാതെ കണ്ണനെ വിളിക്കുന്നുണ്ട്. മഹി വിളിക്കുമ്പോൾ ഇഷ്ടമില്ലാത്തതുപോലെയും ഒഴിവാക്കുന്നത് പോലെയൊക്കെ മഹിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്ക് കണ്ണൻ പറയുന്നുണ്ട്, നമ്മളിൽ ഹൃദയത്തിൽ കൊണ്ടു നടന്നവരിൽ നിന്നുള്ള വഞ്ചന നമുക്കൊരിക്കലും താങ്ങാൻ കഴിയില്ല, അത് നമ്മളെക്കുറിച്ചൊന്നുമല്ല വേദനിപ്പിക്കുന്നത് എന്നെല്ലാം കണ്ണൻ പറയുന്നത് കേട്ട്
കണ്ണേട്ടനിൽ നിന്നുള്ള ഈ അവഗണന താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമാണ് ഇനിയും കണ്ണേട്ടനിൽ നിന്നും ഈ രഹസ്യം ഒളിച്ചു വെക്കുന്നത്. കണ്ണേട്ടനോട് ചെയ്യുന്നത് ഏറ്റവും വലിയ ക്രൂരതയാണ്. അതുകൊണ്ട് എന്ത് സംഭവിച്ചാലും വേണ്ടില്ല, മറ്റുള്ളവരുടെ നാവിൽ നിന്നും കണ്ണേട്ടൻ ഇതറിയുന്നതിന് മുൻപ് എല്ലാം കണ്ണേട്ടനോട് തുറന്നു പറഞ്ഞ് മാപ്പ് ചോദിക്കണം എന്ന് തന്നെ ഒരു തീരുമാനം എടുക്കുകയാണ് കേട്ടോ മഹി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ കിടലിൻ എപ്പിസോഡിനായിട്ട്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്